ജസ്റ്റ് ഇമാജിൻ, നമ്മുടെ സാലറിയെക്കുറിച്ച് സ്ട്രെസ് ചെയ്യാതെ എന്നും നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കൂ. കടമേ ഇല്ലാത്തൊരു ജീവിതം, ഇത് സ്വപ്നം കാണാൻ പറ്റുമോ? നമ്മുടെ എല്ലാ ചിലവുകൾക്കും ആവശ്യത്തിനുള്ള കാശ്, നമ്മുടെ പാഷനെ ഫോളോ ചെയ്യാനുള്ള കാശ്, സാലറിയെക്കുറിച്ച് നമുക്ക് സ്ട്രെസ്സേ ഇല്ലാത്തൊരു ജീവിതം. ഇസ് ഇറ്റ് പോസിബിൾ? അതൊരു സ്വപ്നം മാത്രമാണോ ഇത്? അല്ല, സാധ്യമാണത്. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നൊരു കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ സാധ്യമാണ്. അതെന്താണ്, അത് എങ്ങനെ നേടിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഐ എം ടോണി, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ തുടർന്നും കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. തുടർന്നും പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ ഈ ചാനലിൽ വരുന്നതായിരിക്കും. എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം? അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ലിവിങ് എക്സ്പെൻസസ്, നമ്മുടെ ദൈനംദിന എല്ലാ ചിലവുകൾക്കും ആവശ്യമായിട്ടുള്ള സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പാസീവ് ഇൻകം, ഇതെല്ലാം നമ്മുടെ കൈവശമുള്ളൊരവസ്ഥയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പണക്കാർക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന്. അല്ല, അങ്ങനെയല്ല. ഫിനാൻഷ്യൽ ഫ്രീഡം ഡസൻറ്റ് മീൻ ദാറ്റ് യു ഹാവ് ടു ഗെറ്റ് റിച്ച്. പണം നമ്മളെ കൺട്രോൾ ചെയ്യാതെ, നമ്മുടെ കൈവശമുള്ള പണം നമ്മളെ കൺട്രോൾ ചെയ്യാതെ നമ്മൾ ഈ പണത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇറ്റ് ഈസ് പോസിബിൾ ഫോർ എവ്രി വൺ ടു അറ്റൈൻ ഫിനാൻഷ്യൽ ഫ്രീഡം. അപ്പം ഇത് ഇനി അടുത്ത് വരാൻ പോകുന്നൊരു സംശയം, ഇത് എങ്ങനെ നേടിയെടുക്കും? ഓക്കെ, വി ഹാവ് ഗോൺ ഡിസ്കസ് ഫ്യൂ സ്റ്റെപ്സ്. കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ വഴി ഇതെങ്ങനെ നേടിയെടുക്കാമെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺട്രോൾ യുവർ സ്പെൻഡിങ്. നമ്മുടെ ചിലവുകളെ നിയന്ത്രിക്കാം. നമ്മുടെ ചിലവുകളെ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് സേവിങ്സിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റും. ഓക്കെ, ഇത് എങ്ങനെ നേടിയെടുക്കാം? അതിന് കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സാണ് പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ ഒരു മന്ത്ലി എക്സ്പെൻസസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അടുത്ത ഒരു മാസത്തേക്ക് കടന്നു കഴിയുമ്പോൾ അടുത്ത മാസം 1-ാം തീയതി മുതൽ തന്നെ നമ്മുടെ ഓരോ ദിവസത്തെയും ചിലവുകളൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക. നിങ്ങൾ എക്സൽ ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എക്സൽ ഉപയോഗിക്കുക. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ടൂൾ. ഐ എം പേഴ്സണലി യൂസിങ് എക്സൽ. അപ്പം എക്സലിൽ നമ്മൾ ഓരോ ദിവസത്തെയും പറ്റുവാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം തന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ ആഴ്ച വെച്ചാണെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എക്സൽ ഉപയോഗിക്കാൻ അറിയാൻ മേലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാനുവൽ രജിസ്റ്റേഴ്സ് കിട്ടും. പണ്ടത്തെ ആൾക്കാരൊക്കെ, അച്ചായന്മാർ, അമ്മച്ചിമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാനുവൽ രജിസ്റ്ററുകൾ മേടിക്കാൻ കിട്ടും. അതിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. ഇനി അതും പറ്റത്തില്ല എന്നാണെങ്കിൽ ഒരുപാട് ആപ്പുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. മൊബൈൽ ആപ്സ് ഉണ്ട്, സോഫ്റ്റ്വെയറുകളുണ്ട് നമ്മുടെ ഡെയിലി എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. അപ്പം അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. അപ്പം നമ്മുടെ ഓരോ ദിവസത്തെയും ചിലവുകൾ നമ്മൾക്ക് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, നമുക്കുണ്ടാകുന്ന ചിലവുകൾ റെൻ്റ് ഉണ്ട്, ഇലക്ട്രിസിറ്റി എക്സ്പെൻസസ് ഉണ്ട്, നമ്മുടെ വൈദ്യുതി ചിലവുകളുണ്ട്, ടെലിഫോൺ ചാർജസ് ഉണ്ട്, ഫുഡ് എക്സ്പെൻസസ്, ഇതുപോലെ നിരവധി ചിലവുകൾ എല്ലാവർക്കും തന്നെ എല്ലാ മാസവും ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ മാസാവസാനം ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കുക. അങ്ങനെ ഓരോ ഹെഡിലോട്ടും എന്തുമാത്രം ചിലവുകൾ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ചിലവുകളെ രണ്ടായിട്ട് തിരിക്കുക. നീഡ് ആൻഡ് വാണ്ട്. നമ്മുടെ ആവശ്യം, നമ്മുടെ ആഗ്രഹം. അപ്പോൾ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ നമ്മൾ ചിലവാക്കി, അല്ലെങ്കിൽ എത്രത്തോളം ചിലവാക്കി, അടുത്തത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം ചിലവാക്കി. ഇത് രണ്ടും നമ്മളൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തൊന്ന് നോക്കുക. അപ്പം എന്താണ് നീഡുകൾ? ഇപ്പം നീഡിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആവശ്യങ്ങളുടെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ താമസിക്കുന്ന വീടിൻ്റെ റെൻറ്റ് നമുക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല, അത് നമ്മൾ പേ ചെയ്തേ പറ്റൂ. ഭക്ഷണത്തിന് ചിലവാകുന്ന എക്സ്പെൻസ്, ഫുഡ് എക്സ്പെൻസസ്, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല, അത് നമ്മുടെ ആവശ്യമാണ്. വൈദ്യുതി ചിലവുകൾ, ഇലക്ട്രിസിറ്റി ചാർജസ്, ടെലിഫോൺ ചാർജസ്, പിന്നെ കുട്ടികളുള്ളവരാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ സ്കൂൾ ഫീസ്, അവരുടെ ബാഗ്, ബുക്ക്, അങ്ങനെയുള്ള ചിലവുകൾ, ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ നീഡുകളാണ്, നമ്മുടെ ആവശ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഇനി എന്താണ് വാണ്ട്? വാണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ആവശ്യമെന്ന് പറയാൻ പറ്റില്ല, അതില്ലാതെ നമുക്ക് ജീവിക്കാം. പക്ഷേ നമ്മുടെ മനുഷ്യനെന്ന രീതിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒത്തിരി സമാധാനം, സന്തോഷമൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്ന കുറച്ച് മേഖലകളാണ് വാണ്ടുകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മൾക്ക് വലിയ കാറ് മേടിക്കാൻ ആഗ്രഹമുണ്ട്, നമ്മൾ ആ കാറ് മേടിക്കാൻ വേണ്ടി പൈസ മാറ്റി വെക്കുന്നു. അത് അല്ലെങ്കിൽ വലിയൊരു കാറ് മേടിച്ചതിൻ്റെ EMI നമ്മൾ അടയ്ക്കുന്നത്, ഇതൊക്കെ ഒരു വാണ്ടുകളാണ്. പിന്നെ നമ്മൾ ചെറിയ തോതിൽ താമസിക്കാൻ പറ്റുന്ന നമുക്ക് ആവശ്യമുള്ള ചെറിയ റെൻ്റൽ അപ്പാർട്ട്മെൻറ്റ്സിന് പകരം നമ്മൾ വലിയ പോർഷെ ഏരിയയിൽ വലിയ അപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ റെൻറ്റിനെടുക്കുന്നു, അതിൻ്റെ റെൻറ്റ് കൊടുക്കുന്നു. ഇത് വാണ്ടുകളാണ്. പിന്നെ കൂടിയ ഫോണുകൾ എടുക്കുന്നു, പിന്നെ നമ്മൾ പുറത്ത് പോയി കൂടെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നു,
എല്ലാ ദിവസവും തന്നെ പുറത്ത് ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും. പിന്നെ ഒരു മരിപ്പെട്ട എല്ലാ ആഴ്ചയും തന്നെ 1-2 സിനിമകൾ പോയി കാണുന്നവരുണ്ടാവും. ഗെയിമിങ്ങിന് വേണ്ടി ഒരുപാട് കാശ് ചിലവാക്കുന്നവരുണ്ടാവും. നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഒരുപാട് എല്ലാ പ്ലാറ്റ്ഫോമും തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാ മാസവും അതിനുവേണ്ടി കാശ് മുടക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വാണ്ടുകളാണ്. അപ്പോൾ ഈ നീഡുകളെയും വാണ്ടുകളെയും തമ്മിൽ തരംതിരിക്കുക. അടുത്തായിട്ട് ചെയ്യേണ്ടത് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. മന്ത്ലി നമ്മുടെ എക്സ്പെൻസുകളുടെ എല്ലാം തന്നെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. അപ്പം ഈ ബഡ്ജറ്റ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഏകദേശം ഒരു കൺട്രോൾ കിട്ടും. ഏതൊക്കെ മേഖലയിലോട്ട് എന്തുമാത്രം കാശ് പോകുന്നുണ്ട് അല്ലെങ്കിൽ പോകാൻ പാടുള്ളൂ എന്ന് നമുക്ക് മനസ്സിൽ ഒരു ഐഡിയ വെച്ച് കഴിയുമ്പം തന്നെ വി ഹാവ് എ കൺട്രോൾ. ഇനി അടുത്ത് ചെയ്യാൻ പറ്റുന്നത് ഈ വാണ്ടുകളെ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കുക. നിങ്ങളിപ്പം എന്നും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്, നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പം നിങ്ങൾ എന്നും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം എങ്കിലും വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കുക. അല്ലെങ്കിൽ നേരെ തിരിച്ചു ആക്കാം, 1-2 ദിവസം മാത്രം പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ഒരു രീതി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് മേജർ എക്സ്പെൻസസ് കുറയ്ക്കാൻ പറ്റും. നിങ്ങൾ എന്നും എല്ലാ ആഴ്ചയും തന്നെ 1-2 സിനിമകൾ തിയേറ്ററിൽ പോയി കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഒരു സിനിമയാക്കി കുറയ്ക്കാം. എന്നിട്ട് വേറെ പ്ലാറ്റ്ഫോമിൽ, അത് ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഒരുപാടുണ്ട്, അവിടെ പോയി സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ശരിയാണ്, ആ തിയേറ്ററിൽ പോയി കാണുന്നതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. പക്ഷേ ഈ വാണ്ടിൻ്റെ ആ ഒരു ലെവൽ ഓഫ് എക്സ്പെൻസ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ കൂടുതൽ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. പോർഷ് ഏരിയയിൽ വലിയ ഫ്ലാറ്റുകൾ റെൻ്റ് എടുത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട്, ആ റെൻ്റൽ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആവശ്യത്തിനുള്ള എല്ലാ സെറ്റപ്പുള്ള ചെറിയൊരു ഫ്ലാറ്റിലോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയൊരു വീട് കണ്ടെത്തി അങ്ങോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് ചിലവ് കുറയ്ക്കാൻ പറ്റും. നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ ഇതുപോലെ എല്ലാ സബ്സ്ക്രിപ്ഷനും എടുക്കുന്നതിന് പകരം ആവശ്യമുള്ള ഒരു പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മേജർ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വാണ്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് കുറയ്ക്കാനായിട്ട് എത്രത്തോളം സാധിക്കുമെന്ന് ചെക്ക് ചെയ്യുക. നീഡിന് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവുകൾ നമുക്ക് കുറയ്ക്കാൻ ഒരുപക്ഷെ സാധ്യമായിരിക്കത്തില്ല. അപ്പം വാണ്ടിൽ എത്രത്തോളം എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുന്നോ അത്രയും കുറയ്ക്കുക. അപ്പോൾ ഒരുപാട് നമുക്ക് മിച്ചം പിടിക്കാൻ സാധിക്കും. നമ്മുടെ വരുമാനം കൂടുന്നതനുസരിച്ച് ചിലവുകളെ മനഃപൂർവ്വം കൂട്ടാതിരിക്കാൻ ശ്രമിക്കുക. 5 ലക്ഷം രൂപ ഇപ്പം ശമ്പളം കിട്ടുന്ന ആൾക്ക് അടുത്ത പോലെ ഒരു 8 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഈ എക്സ്ട്രാ വരുന്ന 3 lakhs എങ്ങനെ ചിലവാക്കി കളയാമെന്ന് ആലോചിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റാൻ നിൽക്കാതെ പഴയ ആ ഒരു രീതിയിൽ തന്നെ, അല്ലെങ്കിൽ പഴയ രീതിയിൽ നിന്ന് കുറച്ച് മാത്രം അഡ്വാൻസ്ഡ് ആയിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് നമുക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ കൺട്രോൾ യുവർ സ്പെൻഡിങ് എന്നതിൻ്റെ, ഈ ചിലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് കടത്തിൽ ചെന്ന് പെടാതിരിക്കുക, പകരം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റെപ്പ്, സേവ് സ്മാർട്ട്ലി. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ പറഞ്ഞതുപോലെ നമ്മളെ നീഡുകളെയും വാണ്ടുകളെയും നമ്മൾ തരംതിരിക്കുക. ഈ വാണ്ടുകളിൽ നമുക്ക് എന്തുമാത്രമൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതോ അത്രയും കുറയ്ക്കുക. ഇത് കുറയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ ഒരുപാട് തുക സേവിങ്സ് ആയിട്ട് വരും. ഒരുപാട് ക്യാഷ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് പെട്ടെന്നൊരു ബോണസ് കിട്ടിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശമ്പളം കൂടി, അല്ലെങ്കിൽ നമ്മുടെ വരുമാനം കൂടി. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരുപാട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ സേവ് ചെയ്യുന്ന തുക നമ്മൾ ഒരു എമർജൻസി ഫണ്ട് ആദ്യമേ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എന്താണ് എമർജൻസി ഫണ്ട്? നമ്മൾ തുടർന്നുള്ള വീഡിയോകളിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും എന്താണ് എമർജൻസി ഫണ്ട് എന്നുകൊണ്ട്. അപ്പം ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ കിട്ടാനായിട്ട്, നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന എമർജൻസികളെ, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് ഉണ്ടാകാവുന്ന ചില ചിലവുകൾ, അല്ലെങ്കിൽ ആകസ്മികമായിട്ടുണ്ടാകുന്ന ചില സംഭവങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചിലവുകൾ, ഇതെല്ലാം മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് എമർജൻസി ഫണ്ട്. അപ്പോൾ ഈ എമർജൻസി ഫണ്ട് നോർമലി ഒരു 3 to 6 months ഓഫ് എക്സ്പെൻസസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പം ജോലി ചെയ്യുന്ന അവസ്ഥയിൽ പെട്ടെന്നൊരു ലേ ഓഫ് നടന്നു, നമ്മളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു, അല്ലെങ്കിൽ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത ഒരു ജോലി നമുക്ക് ലഭിക്കുന്നത് വരെ, അടുത്തൊരു വരുമാനമാർഗ്ഗം ഉണ്ടാകുന്നത് വരെയുള്ള നമ്മുടെ ചിലവുകളെ എല്ലാം തന്നെ മീറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫണ്ട് വേണം. ആ ഫണ്ടിനെ നമ്മൾ എമർജൻസി ഫണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വരുന്നത്, വലിയൊരു തുക, നമ്മൾ പ്രതീക്ഷിക്കാത്തത്ര രീതിയിൽ വലിയൊരു തുക വരുന്നു ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ടതായിട്ട്. അപ്പം ആ ചിലവിനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് എമർജൻസി ഫണ്ട് ഉപയോഗിക്കും. അതുപോലെ പെട്ടെന്ന് ആകസ്മികമായിട്ട് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വേറെയും പല കാര്യങ്ങൾ നടക്കാമല്ലോ. അപ്പം അങ്ങനെ സാമ്പത്തികമായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള രീതിയിൽ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ അതിനെ നമുക്ക് ഒരു ലെവൽ വരെ, ഒരു പരിധി വരെ നമുക്ക് അതിൻ്റെ ഒരു ഇഫക്റ്റ് കുറയ്ക്കാനായിട്ട് എമർജൻസി ഫണ്ട് നമ്മളെ സഹായിക്കും. ഒരു 3 മാസം മുതൽ 6 മാസം വരെയുള്ള നമ്മുടെ ചിലവുകൾക്ക് ആവശ്യമായിട്ടുള്ള തുകയാണ് നമ്മൾ എമർജൻസി ഫണ്ടിലോട്ട് മാറ്റി വെക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും തുടർന്ന് വരുന്ന വീഡിയോകളിൽ. അപ്പം നമ്മൾ സേവ് ചെയ്യുക, സ്മാർട്ടായിട്ട് നമ്മൾ സേവ് ചെയ്യുക. സേവ് ചെയ്ത ഫണ്ട് കൊണ്ട് ആദ്യം നമ്മൾ എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വെക്കുക. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്.
ഇനി അടുത്തത് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ഫോർ ഗ്രോത്ത്. നമ്മൾ ചിലവുകൾ നിയന്ത്രിച്ചതിന് ശേഷം കിട്ടിയേക്കുന്ന സേവിങ്സ് കൊണ്ടുപോയിട്ട് പല ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഇതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നിങ്ങളിപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ എങ്കിൽ ഏറ്റവും നല്ല ഒരു ഉപദേശം എന്ന് പറയുന്നത് നിങ്ങളൊരു SIP സ്റ്റാർട്ട് ചെയ്യുക. ഒരു ചെറിയ തുക, നിങ്ങൾക്ക് പറ്റുന്ന തുക, 500 രൂപയ്ക്ക് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഏറ്റവും ചെറിയൊരു തുകയാണെങ്കിലും നോ പ്രോബ്ലം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു തുകയിൽ നിങ്ങൾ SIP സ്റ്റാർട്ട് ചെയ്യുക. അത് മന്ത്ലി തന്നെ അത് പൊക്കോണ്ടിരിക്കുക. ഇടയ്ക്ക് ഒരു ഹോൾട്ടൊന്നും വരുത്താതിരിക്കുക. അപ്പം അങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു സ്റ്റഡി റിട്ടേൺ ഭാവിയിൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പം വേറെ ഓപ്ഷനോ അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഒരു ഫിനാൻഷ്യൽ എയിമോ ഒന്നും ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലാൻ ഫോർ റിട്ടയർമെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റ്. ചെറിയ തുക അങ്ങ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ മാസവും അത് കറക്റ്റായിട്ട് തന്നെ പൊക്കോട്ടെ. സ്റ്റെപ്പ് 4, ക്രിയേറ്റ് എ പാസീവ് സോഴ്സ് ഓഫ് ഇൻകം. ഒരു പാസീവ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഇൻകം സ്ട്രീമാണോ അധികം സമയം നമ്മൾക്കതിൽ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഇൻകം തരുന്നത്, അതിനെ നമ്മൾ പാസീവ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയും. ഉദാഹരണത്തിന് നമ്മൾ ഡിവിഡൻഡ് കിട്ടുന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവിടുന്ന് വരുന്ന ഡിവിഡൻഡ് നമുക്കൊരു പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ആണ്. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുകയ്ക്കകത്ത് നമുക്കൊരു പാസീവ് സോഴ്സ് ഓഫ് ഇൻകം കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലാതെ തന്നെ ഈ പാസീവ് സോഴ്സ് ഓഫ് ഇൻകത്തിനുള്ള വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു വീടിലോ അല്ലെങ്കിൽ കടമുറി പണിത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ സാധ്യതയുള്ള സാഹചര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വീട് പണിയുക, വാടകയ്ക്ക് കൊടുക്കുക. ആ വാടക നമുക്കൊരു പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ആണ്. നമുക്ക് ലെസ് ഇൻവോൾവ്മെൻറ്റേ വരുന്നുള്ളൂ സ്ഥലം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ. ഇനി ഷോപ്പ് സ്പേസ് നമ്മൾ നല്ലൊരു ലൊക്കേഷനിൽ പണിതിട്ട് കടമുറി നമ്മൾ പണിതിട്ട് അത് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതും ഒരു പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ആണ്. പിന്നെ നമ്മൾ ഡിവിഡൻഡ് തരുന്ന ക്വാർട്ടർലി അല്ലെങ്കിൽ ഇയർലി ഡിവിഡൻഡ് തരുന്ന ഒരുപാട് സ്റ്റോക്കുകളുണ്ട്, ഒരുപാട് ഷെയറുകളുണ്ട്. ആ ഷെയറുകളിൽ റിസർച്ച് ചെയ്തിട്ട് പഠിച്ചിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും എല്ലാ ക്വാർട്ടർലി അല്ലെങ്കിൽ എല്ലാ ഇയർലി നമുക്ക് ഡിവിഡൻഡ് കിട്ടും. അതൊരു പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഇനി അതല്ല, നമ്മളൊരു ബിസിനസ് ബിൽഡ് ചെയ്യുന്നു, ഒരു ഓൺലൈൻ ബിസിനസ്സോ ഓഫ്ലൈൻ ബിസിനസ്സോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ബിൽഡ് ചെയ്തിട്ട് കുറേ നാൾ ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് കുറയ്ക്കുന്ന രീതിയിൽ കുറച്ച് സമയം മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ അവിടുന്ന് വരുന്ന ഇൻകം നമുക്കൊരു പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഈവൻ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ പോലും അതൊരു പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ആണ്. കാരണം നമ്മൾ വൺസ് ആ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്നത് സ്റ്റോപ്പ് ചെയ്താൽ പോലും അതിൻ്റെ പഴയ കിടക്കുന്ന കണ്ടൻറ്റിന് നമുക്ക് റവന്യൂ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഒരു പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ആണ്. പിന്നെ നമ്മളിപ്പം ഒരു ബുക്ക് എഴുതാൻ കഴിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനൊക്കെ കഴിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വിൽക്കാൻ കഴിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഒരു പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ആണ്. ബുക്കിൽ നിന്ന് നമുക്ക് റോയൽറ്റി കിട്ടും. റോയൽറ്റി കൊണ്ട് മാത്രം എല്ലാ കൊല്ലവും ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ പോലെ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം റോയൽറ്റിയും നമുക്കൊരു പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ആണ്. അപ്പോൾ ഇതുപോലെ പാസീവ് ഇൻകം കിട്ടാൻ സാധ്യതയുള്ള സോഴ്സുകളൊക്കെ നമ്മൾ റിസർച്ച് നടത്തി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക. അപ്പം ഈ പാസീവ് ഇൻകം ഉണ്ടായാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ വൺസ് നമ്മുടെ ആക്റ്റീവ് ഇൻകത്തേക്കാൾ കൂടുതൽ നമുക്ക് പാസീവ് ഇൻകം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്റ്റീവ് ഇൻകം സോഴ്സ് ഡ്രോപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊരു സാലറിഡ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ, ഒരു ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ രാജിവെക്കാം. ഇപ്പം നിങ്ങൾക്ക് വരുന്ന ഈ പാസീവ് ഇൻകം നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തേക്കാൾ കൂടുതലാകുന്ന ഒരവസ്ഥയിൽ. സ്റ്റെപ്പ് 5, ലീവ് യുവർ ഡ്രീം ലൈഫ്. നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതൊക്കെ ഒരുപാട് അംബീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ കുറേ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം വൺസ് ഒരു പാസീവ് ഇൻകം സോഴ്സ് അല്ലെങ്കിൽ കുറച്ചധികം പാസീവ് ഇൻകം സോഴ്സ് നിങ്ങളുടെ എല്ലാ എക്സ്പെൻസും കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ചധികം മിച്ചം വരുന്ന രീതിയിൽ മീൻസ് നമുക്ക് ഇനി ഭാവിയിൽ ഒരുപാട് ഹോബികളും ഒക്കെയൊക്കെ പെർസ്യൂ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പാസീവ് ഇൻകം ആയിക്കഴിഞ്ഞാൽ പിന്നെ യു ക്യാൻ ലീവ് യുവർ ഡ്രീം ലൈഫ്. നമുക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹം കാണും, കാശിൻ്റെ ഞെരുക്കം കാരണം പോകാൻ സാധിക്കാത്ത, ട്രാവലിങ്ങിനൊന്നും പോകാൻ പറ്റാത്ത ആളുകൾ കാണും, ഒരുപാട് ഹോബികൾ കാണും, പല കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കാണും, അല്ലെങ്കിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കാണും, പുതിയ സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കാണും. ഇതിനൊക്കെ നമുക്ക് സാധിക്കും വൺസ് അത് 4 എബോവ് സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ സാധിക്കാൻ പറ്റും. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാഷനെ പിന്തുടരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ യു ആർ ഫിനാൻഷ്യലി ഫ്രീ. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരുന്നത് വരെ നമ്മൾ നല്ല രീതിയിൽ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യുക, സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, പാസീവ് ഇൻകം ഉണ്ടാക്കുക.
ലൈഫ് വിൽ ബി സെറ്റ് ഇൻ ഫിനാൻഷ്യൽ ടേംസിൽ ലൈഫ് സെറ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ജീവിക്കും. അപ്പം ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ഫ്രീഡം ഓഫ് ചോയ്സ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ പിന്തുടരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തരുന്നതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ആദ്യം പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഗെറ്റിംഗ് റിച്ച്, ഇറ്റ്സ് അബൌട്ട് ഗെറ്റിംഗ് കൺട്രോൾ ഓഫ് യുവർ മണി. നിങ്ങളുടെ പണത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുക, മറിച്ച് പണം നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഇടവരാതിരിക്കുക. അപ്പോൾ അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എല്ലാവർക്കും സാധ്യമായ കാര്യമാണ്. അപ്പോൾ അതിൽ 1-2 പ്രാക്ടിക്കൽ ടിപ്പ് ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റാർട്ട് വിത്ത് ക്രിയേറ്റിംഗ് എ ബഡ്ജറ്റ്, ട്രാക്കിംഗ് യുവർ എക്സ്പെൻസസ്, ക്രിയേറ്റിംഗ് യുവർ ബഡ്ജറ്റ്, മിനിമൈസ് യുവർ വാണ്ട്. നമ്മുടെ വാണ്ടുകളെ കുറയ്ക്കുക, വാണ്ടുകൾക്ക് നമ്മൾ ചിലവാക്കുന്ന തുക നമ്മൾ കുറയ്ക്കുക, കൂടുതൽ സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. ഓരോ മാസവും അറ്റ്ലീസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിനെ കുറിച്ചെങ്കിലും റിസർച്ച് ചെയ്ത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. തുടർന്നും പേഴ്സണൽ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് വീഡിയോസുമായിട്ട് ചാനൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ